ബാല, നീ എവിടാ? സൈറസ് ക്ലൗഡ്. തൂവെള്ള മേഘമെന്ന് ഞാൻ കരുതിയിരുന്നത് വാസ്തവത്തിൽ ഒരു കറുത്ത മേഘമായിരുന്നു ബാല. ഇവിടെ എത്തിയ ഇങ്ങനെ 24 മണിക്കൂർ റിസർച്ച് ചെയ്യല്ലേ. കാർ മേഘം വെളുക്കുകയോ കറക്കുകയോ ചെയ്തിട്ട് ചായ കുടിക്കാൻ പോവാ. ചായ വേണ്ട ബാല. ഈ സമയത്ത് മറ്റേത് കുടിക്കാൻ പറ്റുമോ? നീ ഇറങ്ങി വാടേ. എന്റെ പ്രവചനങ്ങളെല്ലാം തെറ്റുകയാണല്ലോ. ഇത് എന്തു പടാ ഇത്? നീ ഇപ്പൊ എവിടാ? ഞാൻ എന്റെ ഫ്ലാറ്റിന്റെ ഉള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ് ബാല. ഫ്ലാറ്റില? നീ എന്ത് പിച്ചമായി പറയുന്നത്? ഫോൺ ബിന്ദുവിന്റെ കൈ കൊടുത്തേ. ബിന്ദു പോയി. അവള് പോട്ടെ, നീ ഓഫീസിൽ വാ. എങ്ങനെ വരെ? ഫ്ലാറ്റും പൂട്ടിക്കൊണ്ടാണ് അവള് പോയത്. ഞാൻ ഇതിനകത്താണ്. എന്തോ സംശയം തെറ്റി കാണും. അതാണ് അവളെ ഫ്ലാറ്റും പൂട്ടിയിട്ട് അങ്ങ് പോയത്. അവളെവിടെ പോയാ? അവൾ എങ്ങോട്ടാ പോയി? ആരുടെ കൂടെയോ പോയി. ഞാൻ പെട്ട്, എല്ലാം കൊണ്ടും പെട്ട്. രവി, ഹലോ രവി, ഇനി ഉള്ളതാണോ? ഭയങ്കര വായനയാണല്ലോടാ. പറയച്ചാ, എന്തൊക്കെയുണ്ട്? അല്ല മോളെ, നിന്റെ കൂടെ രവിയും മോളും വരുമെന്നാ ഞങ്ങൾ കരുതിയത്. ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, രവിയേട്ടന്റെ മീറ്റിംഗ് ഒന്ന് കഴിഞ്ഞോട്ടെ, ഞങ്ങൾ വരാം. വരുന്നു. എത്ര കാലമായി ഇത് കേൾക്കുന്നു. എന്തായാലും ചേച്ചി വന്നല്ലോ, എനിക്കത് മതി. സത്യം പറഞ്ഞാൽ അങ്ങേര് വരണമെന്ന് എനിക്കില്ല. അങ്ങേര് ഇന്ന് മഴ പെയ്യോ പെയ്യത്തില്ലയോ എന്നൊക്കെ നോക്കി അവിടെ ഇരിക്കട്ടെ. ഭദ്ര, അവനവളുടെ കൂടപ്പറപ്പല്ലേ, അവന് വിഷമുണ്ടാവില്ലേ? പിന്നെ ചേച്ചി, ഞാൻ വേറൊരു കാര്യം പറയാം. വിഷമം വിചാരിക്കരുത്. നിങ്ങളുടെ ഭർത്താവ് ഓഫീസിൽ നല്ലൊരു കോമഡി കഥാപാത്രമാണ്. ഒന്നും മിണ്ടാതിരിക്കടാ. സോറി അച്ഛാ, ചേച്ചി ഇപ്പോഴല്ലേ കിട്ടിയത്. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയാനാണ്? ഞങ്ങൾ രാഷ്ട്രീയക്കാർക്കേ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പം പറയാം. ഭദ്രന്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും അച്ഛാ. എത്ര ആലോചന അവൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്നാ. പക്ഷേ എനിക്കിഷ്ടമുള്ള ഒരാളോട് ഞാൻ പോയി. നിങ്ങൾക്ക് ദേഷ്യവും വിഷമമൊക്കെ ഉണ്ടാവും, പക്ഷേ ഞാൻ ഹാപ്പിയാണ് അച്ഛാ. എന്നാലും ചേച്ചി കണ്ടുപിടിച്ച ഐറ്റം ഒരു അടാറ് ഐറ്റം തന്നെയാണ്. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ ചില ഊള ഭർത്താക്കന്മാർ പറയുന്ന സ്ഥിരം ഡയലോഗായിട്ട് അളിയ, നീ ഇതിനെ കാണരുത്. അവക്കിവിടെ എന്തിൻ്റെയായിരുന്നു കുറവ്? വീടിന് വീട്, കാറിന് കാറ്, ഡ്രസ്സിന് ഡ്രസ്സ്. പിന്നെ അവക്ക് അർദ്ധരാത്രി തോന്നുമ്പോഴൊക്കെ അവളുടെ അമ്മൂമ്മയുടെ തട്ടുദോശയും ഓംലെറ്റും. ഇവിടെ ഒരു കുറവും ഞാൻ വെച്ചിട്ടില്ല. സമാനപ്പെടും, ഒരു വഴി ഉണ്ടാക്കാം. എന്താ വഴി? അല്ല, നീ ക്യാമറയെ കണ്ടെന്ന് പറഞ്ഞ ആളല്ലേ? നിന്നേക്കാളും പ്രായം കുറവാണോ? ആയിരിക്കും. ആയിരിക്കുന്നല്ല, ആണോ? ആണ്. എത്ര പ്രായക്കുറവാണോ? ഒരു 10-15 വയസ്സ് കുറവായിരിക്കും. മൈ ഗോഡ്, അപ്പൊ യൂത്തൻ. എടാ, ഉരുണ്ട ശരീരം, ഇരുനിറം. അപ്പ രവി, എന്താന്നേ ഇതാണ് നീ വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞു? അല്ല, ഞാൻ പറഞ്ഞത് കുഴപ്പമായ. രണ്ട് കരിക്കിടണേ. ഇങ്ങനെയൊക്കെ നടന്നിട്ട് എത്ര കാലമായി. ചേച്ചി ഇങ്ങോട്ട് വരാഞ്ഞിട്ടല്ലേ? എപ്പോ ചേച്ചി? ഇപ്പൊ എത്തിയുള്ളൂ. നീ ഞെട്ടിയോ ശരിക്കും? ഞെട്ടി, എന്റെ കെട്ടിയവരാണ് ഞെട്ടി. ഇന്നിനി ഇവിടെ സ്റ്റേ ചെയ്യാം മോളെ, പ്ലീസ്. അച്ഛാ, ആ ചേച്ചി. ആ മോളെ, രവി നാളെയല്ലേ വരുള്ളൂ? അമ്മേ, അത് രവിയേട്ടനോട് പറയാതല്ലേ ഞാൻ വന്നേ. അതിന്റെ ഒരു പ്രയാസത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നേ. പിന്നെ ഡ്രസ്സൊന്നും എടുത്തിട്ടുമില്ല, മോളെയും പിക്ക് ചെയ്യാനുണ്ട്. മോളെ ഞാൻ വിളിച്ചോളാം. അബി, ഡ്രസ് കൊടുക്കണേ. അളിയനെ നമുക്ക് സാവകാശം പറഞ്ഞ് മനസ്സിലാക്കാം. അതൊന്നും പറ്റത്തില്ല. എന്ത് പറ്റില്ലെന്ന്? അത് മതി അല്ലേ? അന്ന് നിന്നോട് ഞാൻ പറഞ്ഞപ്പോ നീ തമാശയാണെന്നാണോ വിചാരിച്ചേ? പ്ലീസ് അവനെ വിട്ടേക്ക്. വിടാം, പക്ഷേ ഇവനെ ഈ നാട്ടിൽ കാണരുത്, ഈ രാജ്യത്ത് പോലും കാണരുത്, കേട്ടല്ലോ? ഞാൻ ഒരിടത്തേക്കും പോകൂല. അവളുള്ള സ്ഥലത്ത് ഞാനും ഉണ്ടാവും. പ്ലീസ്, നീ ഒന്നും മിണ്ടണ്ട. നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിക്കും. ഇനി നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പ്ലീസ്. ഇനി ഇവൻ ചാവണോ വേണ്ടയെന്ന് നിനക്ക് തീരുമാനിക്കാം. ചെന്നൈക്ക് പോകാൻ തയ്യാറായിക്കോ. ഞാൻ കരുതി വിളിക്കുമ്പോ തന്നെ വരാനൊരു മടിയുണ്ടാവും. മോളിക്ക് വന്നേ. ഉമ്മ.
ആ എന്റെ കൊച്ചുമോള് വന്നല്ലോ. ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ എന്ത് ഭംഗിയാ. എനിക്ക് ഇവിടെ എല്ലാം ഇഷ്ടപ്പെട്ടു. അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ. അതിന്റെ ഉത്തരം ഞാൻ പറയാം. അച്ഛന്റെ ഇഷ്ടമാണ് അമ്മയുടെ ഇഷ്ടം. ആ അതെനിക്കെപ്പോഴും അങ്ങനെ തന്നെയാ. അമ്മേ, അച്ഛനൊന്ന് വരില്ല അല്ലേ? നമുക്കൊരു ദിവസം അച്ഛനെയും കൂട്ടി വരാൻ മോളെ. അതെ, മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നത് നമ്മൾ ഇന്നിവിടെ താമസിക്കണം എന്ന്. എന്നാ നമുക്ക് ഇവിടെ നിക്കാം. പക്ഷേ മോള് പറയണം നമുക്കിന്ന് തിരിച്ചു പോണെന്ന്. കാരണം അച്ഛന് വിഷമാവൂലേ? അത് ശരി, മോളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു. ഞങ്ങൾ പറയാനുള്ളതിന്റെ മാക്സിമം പറഞ്ഞു. ഇനിയും പോണെന്നാണെങ്കിൽ പൊക്കോ. ആരാ മോളെ? രവിയേട്ടനെ അമ്മേ. ആക്ച്വലി ഞാൻ രവിയേട്ടനെ അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ നീ പേടിക്കണ്ട, ഇവിടെയാണെന്ന് പറഞ്ഞോളൂ. അതെ, കുഴപ്പമില്ല മോളെ. അല്ലെങ്കിൽ അച്ഛൻ പറയാം. ഷോ കട്ടായി. ഞാനിവിടെ നിറഞ്ഞ രവിയേട്ടനെ ഫീൽ ചെയ്യും. ആവട്ടേന്നേ, ഇടയ്ക്കൊക്കെ ഒന്ന് ഫീൽ ആവണം. എന്നാലും ഇങ്ങനെയുള്ള ആൾക്കാർ പഠിക്കും. എടുത്തിട്ട് ഫ്ലാറ്റിലുണ്ടെന്ന് പറ. ഹലോ രവിയേട്ടാ, മീറ്റിംഗ് കഴിഞ്ഞോ? മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. നീ എവിടെയാ? ഞാനിവിടെ ഫ്ലാറ്റിൽ. ഏത് ഫ്ലാറ്റില്? എന്താ രവിയേട്ടാ? നമ്മുടെ ചിലവന്നൂർ ഫ്ലാറ്റില്. ഫ്ലാറ്റിൽ എവിടെ? ഞാൻ ഇവിടെ ഹോളിലുണ്ടല്ലോ. എന്ത് പറ്റി രവിയേട്ടാ? നിന്റെ ശബ്ദത്തിന് എന്താ ഒരു പതർച്ച പോലെ? ഏയ് അങ്ങനൊന്നുമില്ല, രവിയേട്ടന് തോന്നുന്നതാ. മോളെടുത്തുണ്ടോ? ആ മോളുണ്ടല്ലോ. കൊടുത്തേ. ഹലോ അച്ഛാ. മോളെ നിങ്ങളെവിടെ നിൽക്കുക? ഞാൻ ഹാളിലാ. അതെ അച്ഛാ, നാളെ എപ്പോഴാ വരുന്നേ? ഒന്നും പറയാറായിട്ടില്ല. ഒന്നും പറയാറായിട്ടില്ല. ഇപ്പോഴാ നീ എൻ്റെ അനന്തരവളായത്. എത്ര ഭംഗിയായിട്ടാ നീ കള്ളം പറയുന്നത്. ഞാൻ കള്ളം പറഞ്ഞില്ലല്ലോ. നമ്മള് ഹാളിൽ തന്നെയല്ലേ? ആ എന്താടാ? ഞാൻ ഈ ഫ്ലാറ്റിൽ നിന്ന് ചാടി ചത്താലോന്ന് ആലോചിക്കാടാ. ഓ, ആ റിപ്പോർട്ട് ഒന്ന് ഫൈനലാക്കിയിട്ട് ചാടണേ. രവി, ഇന്നിവിടെ അന്വേഷണം ഉണ്ടായിട്ടില്ല. നീ നാളെ എങ്ങനെയെങ്കിലും ഓഫീസിൽ എത്തിയേ പറ്റൂ. എന്തോന്ന് ഓഫീസ്? എന്തോന്ന് ഓഫീസാ? ഇവിടെ ജീവിതം കൈവിട്ട് നിൽക്കുക. നീ കാരണം എന്റെയും. എടാ, എന്റെ മോളെ അവള് കള്ളം പറയാൻ പഠിപ്പിച്ച ബാല. അവളെന്നെ ചതിച്ചൊന്ന് വ്യക്തമായി ബാല. ആ, ഞാൻ അങ്ങോട്ട് വരാം. എന്തിന്? ആശ്വസിപ്പിക്കാൻ. എന്തിന്? വേണ്ടേ? അമ്മച്ചി, ഇതുരുട്ടി അങ്ങ് പോകരുതേ. ഞാൻ വരാം. ഏത് നേരം അമ്മയ്ക്ക് ഇവിടെ വന്നിരുന്നാലേ സമാധാനമുള്ളൂ. രവി, രവി, ഞാനെത്തി. ബാല, എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. നീ ഒന്ന് സമാധാനപ്പെട്. ബിന്ദു എവിടെ ഉണങ്ങി പൊക്കോട്ടെ. എനിക്ക് എന്റെ മോളെ കിട്ടണം. നിനക്കിപ്പോ പുറത്തിറങ്ങണോ അതോ മോളെ കിട്ടണോ? എനിക്ക് മോളെ കിട്ടണം, പുറത്ത് ഇറങ്ങണം. നീ ഒരു കാര്യം ചെയ്യോ, അവിടെ നീ കഥ ചവിട്ടി പൊളിക്കാൻ പറ്റുമോ? ഇത് ചവിട്ടി പൊളിച്ചിട്ട് വേണം ഫ്ലാറ്റിലുള്ളവർ എന്നെ കള്ളനാക്കാൻ. പിന്നെ എന്ത് ചെയ്യും? ഒന്ന് സമാധാനപ്പെട്, ഞാൻ പരിഹരിക്കാം. കേട്ടാ? ബാല, തീഷ്ണമായ നോട്ടം. ഭാഗ്യം പോയി. ഒന്നും കാണുന്നില്ലല്ലോ. വീണ്ടും വന്നു. രവി, ചാച്ച, എന്നെ കൊന്നേനാവൻ. രവി, അല്ല ബാല. രവി,